ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ഫ്ലോപ്പായ എഗ് പപ്സ് ഉണ്ടാക്കിയ കഥയാണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. ഫ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ഓക്കെയാണ്, പക്ഷേ ലുക്ക് വൈസ് ഒന്ന് മാറിയിട്ടുണ്ട്. ചരിത്രത്തിലാദ്യമായി ഒരു ഫുൾ മുട്ട വെച്ചിട്ടുള്ള പപ്സ് ഞാനങ്ങ് ഉണ്ടാക്കി. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എനിക്കങ്ങനെ ഉണ്ടാക്കേണ്ട വന്നു. വേറൊന്നുമല്ല, നമ്മൾ പഫ് പേസ്ട്രി മേടിച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയതേ. അപ്പം ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തപ്പോഴത്തേനും അതിങ്ങനെ ഒട്ടിപ്പോയി. ഒരു പപ്സ് ഉണ്ടാക്കാൻ 2 പപ്സ് ഉണ്ടാക്കേണ്ട അടുത്ത് 1 പപ്സ് ഉണ്ടാക്കാനാണ് എനിക്ക് പറ്റുള്ളൂ. കട്ടി ഇച്ചിരി കൂടിപ്പോയി. അപ്പം ഞാൻ ഓർത്തു മുട്ടയാണെങ്കിൽ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു 6 പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒട്ടിപ്പോയ കാരണം എനിക്ക് 3 എണ്ണമായിട്ട് പഫ് പേസ്ട്രി ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ മുട്ട വേസ്റ്റ് ആവത്തില്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കി, അതിൻ്റെ മസാല കാര്യങ്ങളൊക്കെ സെറ്റാക്കി അതിനെ 3ആയിട്ട് കട്ട് ചെയ്ത്, ശരിക്കും 6ആയിട്ട് കട്ട് ചെയ്യേണ്ടതായിരുന്നു. അതിൻ്റെ അടിയിൽ ഒരു ലെയറും കൂടിയും ഉണ്ട്. ഒട്ടിപ്പോയ കാരണം അത് നടന്നില്ല. അപ്പം ഞാനത് ഒരു ഫുൾ മുട്ട ഒരെണ്ണത്തിൽ വെച്ചു, ഇതിനകത്ത് വെച്ചു, മസാലയും കുറച്ച് വെച്ചു. അങ്ങനെ 6 എണ്ണം ഉണ്ടാക്കേണ്ടടുത്ത് ഞാനത് 3 എണ്ണം ആക്കി. അപ്പോൾ ഒരു പപ്സിൽ ഒരു ഫുൾ മുട്ടയും വെച്ചു. അങ്ങനെയായിരുന്നു എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ വെറുതെ അല്ലെങ്കിൽ പിന്നെ ബാക്കി മുട്ട വേസ്റ്റ് ആകത്തില്ലേ. പിന്നെ അടുത്ത പേസ്ട്രി ആണെങ്കിൽ ഫ്രീസറിൽ നിന്ന് എടുത്ത് അൺഫ്രീസൊക്കെ ആയി വരുമ്പോഴത്തേനും ടൈം ആവും. കണ്ടോ, ഇങ്ങനെ ഒട്ടിപ്പോയി. ശരിക്കും നടുക്കൂടെ കീറി വരേണ്ടതായിരുന്നു. അങ്ങനെ ചരിത്രത്തിലാദ്യമായി ഞാനങ്ങനെ മുട്ട പപ്സിൽ ഒരു ഫുൾ മുട്ട വെച്ച് ഉണ്ടാക്കി പപ്സാക്കി ഗൈസ്. ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാ പപ്സ് പോലൊക്കെ തന്നെ. ഇച്ചിരി മസാല കുറവുണ്ടായിരുന്നു, കാരണം മുട്ട വെച്ച് കഴിയുമ്പോഴത്തേനും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് അത് അടച്ചത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് സോഫ്റ്റ് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഒരു മുട്ട ഇങ്ങനെ പച്ചയ്ക്ക് ഇങ്ങനെ പൊട്ടിച്ച് പതപ്പിച്ച് ഇതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് കടയിൽ കിട്ടുന്ന പപ്സ് പോലെ കിട്ടും. ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കത് അറിയത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ പപ്സാണ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കും. അത് കുളമാകുമായിരുന്നു. ഇപ്പം പിന്നെ യൂട്യൂബിലൊക്കെ നോക്കി ചെയ്യുന്നതുകൊണ്ട് ആദ്യം നമ്മൾ ഇങ്ങനെ കുറച്ച് പേപ്പർ എടുത്തിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ പപ്സ് ഉണ്ടാക്കിയ സംഭവം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മുട്ട ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കടയിലെ പോലെ തന്നെ ടേസ്റ്റിൽ കിട്ടും. അതേ ഒരു ടെക്സ്ചറിൽ കിട്ടും. പിന്നെ എയർ ഫ്രയറിൽ ഒരു 160 ഡിഗ്രിയിൽ 15 മിനിറ്റ് മതി മാക്സിമം. എന്നിട്ട് ഒരു 13 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് നോക്കണം അടിഭാഗം വെന്തിട്ടുണ്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ തിരിച്ചൊന്നിട്ടിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് എക്സ്ട്രാ ഹീറ്റാക്കുക. അപ്പം സെറ്റായി വരും. ഞാനും കറക്റ്റ് 15 മിനിറ്റ് വെക്കുക ചെയ്തേ. പിന്നെ പപ്സ് മാത്രം പോരല്ലോ, പപ്സ് ഉള്ളപ്പോൾ നമുക്കൊരു ലൈമും കൂടെ കിട്ടിയില്ലെങ്കിൽ എന്തോ പോലെയല്ലേ. പപ്സും ലൈമുമാണല്ലോ അതിൻ്റെ ഒരു രീതി. അപ്പം പിന്നെ ഞാൻ നാരങ്ങ ഫ്രിഡ്ജിലിരുന്ന് ഉണങ്ങാറായ നാരങ്ങ, ശരിക്കും ഈ നാരങ്ങ ഞാൻ പഴുക്കുമെന്ന് ഓർത്തിട്ടാണ് ഈ പച്ച കളറിലെ മേടിച്ചത്. പക്ഷെ ഒരു കിറ്റായിട്ടാണ് മേടിക്കുന്നത്. അപ്പം എല്ലാം കൂടി മഞ്ഞ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചീത്തയായി പോയല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പഴുക്കാറാകുമെന്ന് വിചാരിച്ച പച്ച കളർ മേടിച്ചത്. പക്ഷെ അത് മേടിച്ചതിൻ്റെ അന്നത്തെ പോലെ തന്നെയാണ് പിന്നെ ഇരിക്കുന്നത്, വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെ ഒരെണ്ണത്തിൽ ഞാൻ പഞ്ചസാര ഇട്ടു, മറ്റതിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. എനിക്ക് ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ടുമ്പോഴാണ് അതാണ് എനിക്കൊരു ഇഷ്ടമുള്ള ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അതിക്ക് പിന്നെ പഞ്ചസാര മാത്രം മതി. കുറച്ച് ഐസും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് നമുക്കൊരു നല്ല തണുത്ത ലൈം കുടിക്കുമ്പോൾ ഒരു ഫീല് കിട്ടും വിത്ത് പപ്സ്. അങ്ങനെ ഒരു മഴയുള്ളൊരു ഈവനിങ്ങും കൂടി ആണെന്നുണ്ടെങ്കിൽ പൊളിയായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ചെറുതായിട്ട് മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്നൊരു കൗതുകം തോന്നി, അങ്ങനെ ഒന്ന് സെറ്റാക്കി. അങ്ങനെ നമ്മുടെ പപ്സും ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതേ കണ്ടോ, ഞാനൊന്ന് ഇടയ്ക്കൊന്ന് തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഒരു
13 മിനിറ്റൊക്കെ ആയപ്പോൾ നോക്കിയായിരുന്നു. അപ്പം ആയിട്ടില്ല അടിഭാഗം. അപ്പം ഞാനത് ജസ്റ്റ് കമത്തിയിട്ട് അപ്പോഴത്തേനും നല്ല അടിഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടി. കണ്ടോ, ശരിക്കും എൻ്റെ മുട്ടയ്ക്ക് ഇരിക്കാനുള്ള സ്ഥലം അതിലില്ല, കവിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അതങ്ങനെ തുറന്നിരിക്കുന്നത്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ സ്ഥലം. ഒരു മുട്ടയുടെ പകുതി മാത്രമാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പെർഫെക്റ്റ് ഇങ്ങനെ അടങ്ങിയിരിക്കും, കടയിലെ പോലെ തന്നെ കിട്ടും. ഇതിപ്പോൾ ഒരു തട്ടിക്കൂട്ടായതുകൊണ്ടും അങ്ങനെ ലുക്കൊന്നും നോക്കണ്ട, ഒരു മുട്ട ഫുള്ള് ഇതിലുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഒരു മുട്ട ഒരു പപ്സ് കഴിച്ചാൽ 2 പപ്സ് കഴിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയാണ് ഈ പപ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഒരു ഫ്ലോപ്പായി പോയ കഥയാണെങ്കിലും ടേസ്റ്റ് നോക്കുവാണെങ്കിൽ ഇത് കിടിലമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ.